പറഞ്ഞോളി. പിന്നെ കൂട്ടുകാരേതേണ്ട നല്ല തളിർത്ത് നിൽക്കണ മുരിങ്ങായി. ഇതിൻ്റെ ഇലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ കൊതിയായി പോകുന്നു. എന്ത് രസമാണ് നോക്കി നോക്കിയേ. ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെ പൊട്ടിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കില്ല. ഇപ്പം മുരിങ്ങയുടെ കായ ഉണ്ടാവുന്ന സീസൺ കഴിഞ്ഞു. അതെ, അതിൻ്റെ ഉള്ളിലൊക്കെ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇരുട്ടായിക്കൊണ്ട് ഞങ്ങൾ കാണുന്നില്ല എന്ന് മാത്രം. ഒത്തിരി നിൽക്കുന്നു. പിന്നെ അതാ ചെരങ്ങയുടെ വള്ളി, ചുരക്ക എന്ന് പറഞ്ഞ്, പിന്നെ അതാ തക്കാളി ഇതിനകത്തുണ്ട്. എന്തൊക്കെ കൃഷി ഇതിനകത്ത് കാണുന്നുണ്ട്. ഇത് ഞങ്ങളെ വില്ലയുടെ ഒരു ഭാഗമാണ്, ഒരു ഭാഗം ബംഗാളികളാണ്. അത് അവർ താഴെ കൃഷി അവരുണ്ടാക്കിയേക്കണത്. ഇത് വില്ലയുടെ ഓണർ ഉണ്ടാക്കിയതാണ് ഈ മുരിങ്ങ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ. കേട്ടാ, ഞങ്ങളെ യുഎയിലെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതാ വേണ്ട മുരിങ്ങ ഉണ്ടായിട്ടേ ഇതാ വിത്തായി മാറി. ഇത് മുളച്ച് വരേണ്ട സമയമായി തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു. കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന ചെടി ജീരകമാണ് കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇത് നോക്കി നോക്കിയേ. ഇതാ ഇത് ഉണങ്ങി വരുന്ന അതിൻ്റെ ചെറിയ ലീഫുകൾ കണ്ട. ഇതാണ് ജീരകം. ഇതേ ഇവിടെ കുറേ കൃഷി ഇവരുണ്ടാക്കിയത്, കുറൊക്കെ ഉണങ്ങിപ്പോയി. പിന്നെ കാണുന്നത് പൊതിനയുടെ ഇല കേട്ടാ. അതൊക്കെ പൊതിന ഇല, മല്ലിച്ചപ്പ, മല്ലിച്ചപ്പ. അതിൻ്റെ ലീഫ് ശരിക്കും ഒന്ന് കാണിച്ചു കൊടുത്തത്, ഒന്ന് കൈ വെച്ചെടുത്ത് കാണിച്ചു കൊടുക്കും. ഇത് കണ്ട. പിന്നെ അതാ വഴുതനങ്ങ, മിളക് കൃഷി. ഇത് കുറേ കഴിഞ്ഞു പോയിട്ടോ ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ. ഇത് റോഡിൻ്റെ ഒരു സൈഡിൽ അറബികൾ ഉണ്ടാക്കിയതാണ്. ഇതേ ജീരകത്തിൻ്റെ ഒക്കെ അതാ ഉണങ്ങി പോകുന്നു. ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. അതാ കഴിയുന്നു വഴുതനങ്ങ. പിന്നെ അപ്പുറത്ത് എന്താണ്, കുറേ കൃഷികൾ ഇവിടെ ഉണ്ട്. ഒക്കെ ഉണങ്ങിപ്പോയി. ഇപ്പോൾ ഇതവിടെ ചൂട് വ്യാപിച്ച് തുടങ്ങിയില്ലേ, അതിൻ്റെതായിട്ട് ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അതാ നല്ല ഉണ്ട വിളകാണ് കാണുന്നത്. അതാ ഉണ്ട വിളക് കണ്ട. ഇതൊക്കെ ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇവർ ഈ പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കൃഷി ചെയ്യാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ചീര നിൽക്കുന്നുണ്ട്. പക്ഷേ ചീരൊക്കെ കുറേ ഉണങ്ങിപ്പോയി. ഇവർ കുറേ ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒന്നൊക്കെ ഉപയോഗിച്ചതാണ്. അപ്പുറത്ത് ഇതാ കുറേ പൂക്കൾ. ഇതൊക്കെ ഇവിടുത്തെ സലാഡിൽ അറബികൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. എന്താണ് പേരെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ. യുഎയുടെ ഒരു അത്ഭുത കാഴ്ചകളാണ് ഇവിടുത്തെ ഈ ചൂടിലും തണുപ്പിലും കൃഷികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്. ബാക്കി അതിൻ്റെ ഭാഗത്ത് നോക്കിയാൽ ഈത്തപ്പഴം. അപ്പോൾ ഇത് സെറ്റാവണം ഉപ്പിട്ട് പക്ഷികൾ നശിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ കവർ ചെയ്ത് സെറ്റാക്കി നിർത്തിയേക്കുക. ഇതാ അങ്ങനെ ആ നേർക്ക് അതിൻ്റെ ഇടയിൽ ആരും പോവാണ്ടിരിക്കാൻ ഒരു ബൗണ്ടറി പോലെ ചെടികൾ വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, അതിൻ്റെ ഒരു സൈഡിൽ ഇതാ നല്ല ആര്യവേപ്പ് നിൽക്കുന്നു. ഇത് നല്ല ജൂൺ ജൂലൈ മാസത്തിലാണ് ഇത് നല്ല വിളവെടുപ്പ് വരിക. അതുവരെയുള്ള ഇപ്പോൾ തുടക്കത്തിലുള്ള കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ ഇതാ ഒരു ഫ്രൂട്ട്സാണിത്. ഇത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് അറിയുന്നവർ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യട്ടാ. പൈൻ ട്രീ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് നല്ല കുങ്കുമപ്പൂവാണിത്. നമ്മൾ കഴിക്കുന്ന കുങ്കുമപ്പൂവല്ല, ഇത് ഫ്ലവറിൽ കാണുന്നത് കേട്ടാ. ഷോക്കുള്ളത് നിങ്ങൾ വിചാരിക്കും കഴിക്കുന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ കണ്ട ഇതേ മാവ് നിൽക്കുന്നു. ഇപ്പോൾ മാങ്ങയുടെ സീസൺ കഴിഞ്ഞു. അല്ലെങ്കിൽ ഇതിനകത്ത് കുറേ മാങ്ങ ഉണ്ടാവും. ഞങ്ങളെ വില്ലയിലും ഇതുപോലെ ഉണ്ട് കേട്ടാ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇതാ നിൽക്കുന്നത് കള്ളിപ്പൂവ്. ചൂടാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നല്ലോണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ണിൽ ഇൻഫെക്ഷൻ ഉണ്ടോ? കുഞ്ഞു മരത്തിൽ നോക്കിയ ചെറിയ മരത്തിലുണ്ടായിരിക്കുന്ന ഈത്തപ്പഴം. എന്ത് രസം നോക്കി, എന്ത് ക്യൂട്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഇത് നടക്കണേ പൊടി.